നിങ്ങൾക്ക് റിയൽമി 60 പ്രോ സീരീസ് എടുക്കണോ അത് റെഡ്മി നോട്ട് 50 പ്രോ സീരീസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന കറക്റ്റ് സ്ഥലത്താണ്. അപ്പം ഒരു കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഡിസൈനും അതുപോലെ തന്നെ ബിൽഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിയിൽ വന്നിരിക്കുന്നത് മെറ്റൽ ഫ്രെയിമും സിൽക്കൻ ബാക്കും ആണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ Gorilla Glass 7 അതിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ 2 റേറ്റിംഗും വന്നിട്ടുണ്ട്. IP68 IP69K റേറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല, പൊടിയിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സാധനത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് സിൽക്കൻ ബാക്ക് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പിടിച്ചു നോക്കുമ്പോൾ ഒരു പ്രീമിയം ഫീലിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി റെഡ്മിയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്നത് മെറ്റൽ ഫ്രെയിമും അതുപോലെ തന്നെ പ്രോ പ്ലസിൽ ഗ്ലാസിന്റെ അല്ലെങ്കിൽ ലെതറിന്റെ ഒരു ബാക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും നിങ്ങൾക്ക് പിടിച്ചു നോക്കുമ്പോൾ ഒക്കെ ഒരു പ്രീമിയം ഫീലിംഗ് ആയിരിക്കും കിട്ടുക. എന്നാൽ പ്രോയിൽ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ബാക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ മിസ്സായി പോകുന്നതാണ്. ഇത് കൂടാതെ തന്നെ Gorilla Glass Victus 2ന്റെ പ്രൊട്ടക്ഷൻ ഈ സാധനത്തിൽ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ കാണപ്പെടാത്തൊരു സംഭവമാണ് ഈ Victus 2 എന്ന് പറയുന്നത്. സാധാരണ പ്രീമിയം ഫോണുകളിലൊക്കെയാണ് കാണപ്പെടാറ്. അത് ഇവരെന്തായാലും ഈ സാധനത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. ഇത് കൂടാതെ തന്നെ ഇഷ്ടംപോലെ റേറ്റിംഗ്സ് വന്നിട്ടുണ്ട്. IP66 IP68 IP69 IP69K തുടങ്ങിയ റേറ്റിംഗുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇട്ടാലൊന്നും നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ റിയൽമിന്റെ ഫോണിനെക്കാട്ടും നല്ലതെന്ന് പറഞ്ഞാൽ റെഡ്മിന്റെ ഫോണാണ്. റിയൽമി മോശമാണെന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി നല്ലത് റെഡ്മിന്റെ ഫോണാണ്. കുറച്ചും കൂടി റെഗഡ് ഫോണാണ്. നിങ്ങൾക്ക് റഫ് യൂസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനമാണ് റെഡ്മിന്റെ ഫോൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിസൈനിന്റെ കാര്യം നോക്കുമ്പോൾ രണ്ടിന്റെയും ഡിസൈൻസ് ഇവിടെ നോക്കി അടിച്ചു മാറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. റെഡ്മിൻ്റെത് ഓപ്പോന്റെ ഫോണിന്റെ ഡിസൈൻ അടിച്ചു മാറ്റിയിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. റിയൽമിൻ്റെ ഇത് OnePlusന്റെ ക്യാമറ കട്ടൗട്ട് എടുത്തിട്ട് അത് മറിച്ചിട്ട പോലെയാണ് തോന്നുന്നത്. എങ്കിൽ പോലും രണ്ടിന്റെയും ഡിസൈൻസ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റിയൽമിൻ്റെ ആണ്. പിന്നെ ഏത് ഡിസൈൻ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് വിട്ടുതരും. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമി വന്നിരിക്കുന്നത് 1.5K റെസൊല്യൂഷനുള്ള 140 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന 6500 നിറ്റ്സോളമാണ്. ഇതിൽ 140 Hz റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത്. അതും ഈ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് സിയോടെ ഒക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിഫ്രഷ് റേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത നോർമൽ യൂസേജിൽ നിങ്ങൾക്ക് ഇതിലും യൂസ് ചെയ്യാൻ പറ്റുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല 120 Hz റിഫ്രഷ് റേറ്റ് ആയിട്ട് ഇതിനെന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഇതിന്റെ പ്രോയും പ്രോ പ്ലസും ആയിട്ട് ഡിസ്പ്ലേന്റെ കാര്യത്തിൽ കുറേ ചേഞ്ചസുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിലാണ്. ഇതിൽ പ്രോയിൽ വന്നിരിക്കുന്ന 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. എന്നാൽ മറ്റു വരുന്നത് 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. അത് വലിയൊരു വ്യത്യാസമല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല തോതിലറിയാം. എങ്കിൽ പോലും ഇങ്ങനൊരു വ്യത്യാസമുണ്ട് എന്ന് ഞാൻ അറിയിച്ചു മാത്രം. വേറെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോ പ്ലസിൽ വന്നിരിക്കുന്ന കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. എന്നാൽ പ്രോയിൽ വന്നിരിക്കുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഈ രണ്ട് ഡിസ്പ്ലേസും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ്. വലിയൊരു കുറ്റമൊന്നും പറയാനില്ല രണ്ടിലും. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി റെഡ്മിയുടെ കാര്യം നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന 6.83 ഇഞ്ചിന്റെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 3200 നിറ്റ്സോളമാണ്. നമ്മൾ നേരത്തെ റിയൽമിയിൽ കണ്ട് അതേ ഒരു ട്രെൻഡ് ഈ സാധനത്തിലും ഫോളോ ചെയ്യുന്നുണ്ട്. പ്രോ പ്ലസിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേയും മറ്റേലും ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഓവറോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് റിയൽമിന്റെ ഫോൺ തന്നെയാണ്. കാരണം അതിന് കുറച്ചും കൂടി റിഫ്രഷ് റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസും മറ്റേ ദശകം കുറച്ച് കൂടുതലാണ്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിയിൽ വന്നിരിക്കുന്നത് 200 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡും 50 MB ഫ്രണ്ട് ക്യാമറയാണ് വന്നിരിക്കുന്നത് രണ്ടിലും എന്ന് പറയുന്നത്. ആകെ ഒരു വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രോ പ്ലസിൽ 3.5x ഒരു പെരിസ്കോപ്പ് ക്യാമറ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ സൂം ചെയ്തൊക്കെ ഫോട്ടോ എടുക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി റെഡ്മിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്നത് 200 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡും ആണ് വന്നിരിക്കുന്നത്. അത് രണ്ടിലും ഇതേപോലെ തന്നെയാണ്. അതിലിങ്ങനെ പെരിസ്കോപ്പ് ക്യാമറ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പ്രോ പ്ലസിൽ വന്നിരിക്കുന്ന 32 MB ക്യാമറയും പ്രോയിൽ വന്നിരിക്കുന്ന 20 MB ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഇനി ക്യാമറ റിസൾട്ട്സുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിന് റിസൾട്ട് ഓൾമോസ്റ്റ് നമുക്ക് ഫോട്ടോ എടുത്തവടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ച് കളറൊക്കെ തരുന്ന ഫോട്ടോസുകൾ തന്നെയാണ് വരുന്നത്. പിന്നെ പെരിസ്കോപ്പ് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് നമ്മൾ സൂം ഫോട്ടോസുകൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി റിയൽമിന്റെ ഫോണിലാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും മറ്റേതിന് കുറച്ചും കൂടി റെസൊല്യൂഷൻ കൂടിയ ക്യാമറ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാതെ വലിയൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഓവറോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് റിയൽമിന്റെ ഫോണാണ്. ഇതിന്റെ പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമി 60 പ്രോ പ്ലസിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 പ്രൊസസറാണ്. അതുപോലെ തന്നെ LPDDR5X റാം UFS 3.1 സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് കിട്ടുന്ന ഒരു ആന്റിറ്റി സ്കോർ എന്ന് പറയുന്നത് 1.4 മില്യണോളാണ്. അതുപോലെ തന്നെ 90% സ്റ്റേബിൾ പെർഫോമൻസും ഈ സാധനം തരുന്നുണ്ട്. ഇനി പ്രോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന MediaTekന്റെ 1400 മാക്സ് എന്ന് പറഞ്ഞ പ്രൊസസറാണ്. ഇതിൽ LPDDR4X റാമാണ് UFS 3.1 സ്റ്റോറേജും. ഇതിന് കിട്ടുന്ന ഒരു ആന്റിറ്റി സ്കോർ എന്ന് പറഞ്ഞാൽ 1 മില്യൺ അടുത്തോളമാണ്. അതുപോലെ തന്നെ ഇതിനും ഒരു 90% സ്റ്റേബിൾ പെർഫോമൻസ് തരുന്നുണ്ട്. ഇതിന് റെഡ്മിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ 50 പ്രോ പ്ലസിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 പ്രൊസസറാണ്. അതുപോലെ തന്നെ LPDDR4X റാം UFS 3.2 സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. അതെന്ന് പറയുന്നത് മറ്റേ വെച്ചുമ്പോൾ നല്ലൊരു ഡൗൺ ഗ്രേഡ് ആണ്. ഇത് പ്രൈസ് കട്ടിന്റെ ഭാഗമായിട്ടാണെന്നാണ് കേൾക്കുന്നത്. എങ്കിൽ പോലും ഇതേ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന റിയൽമി ഇങ്ങനെ സാധനം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കും കൂടി ഇത് കൊണ്ടുവരായിരുന്നു എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. ഇനി ഇതിന് കിട്ടുന്ന ആന്റി സ്കോർ എന്ന് പറഞ്ഞാൽ 1 മില്യൺ അടുത്തോളമാണ്. അതേപോലെ തന്നെ ഇതിനൊരു സ്റ്റേബിൾ പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. 90% മുകളിൽ ഒരു സ്റ്റേബിൾ പെർഫോമൻസ് സാധനം തരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്നത് Dimensity 1400 അൾട്രാ എന്ന് പറഞ്ഞൊരു പ്രൊസസറാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ LPDDR4X റാം UFS 2.2 സ്റ്റോറേജ് ആണ് സാധനത്തിന് വന്നിരിക്കുന്നത്. ഇതിന് കിട്ടുന്ന ഒരു ആന്റി സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 9 ലക്ഷത്തിന്റെ അടുത്താണ്. 1 മില്യൺ പോലും അവർ ടച്ച് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇതിനും ഒരു സ്റ്റേബിൾ പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. 90% മുകളിൽ ഒരു
സ്റ്റേബിൾ പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. ഈ 4 ഫോൺസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു ക്യാഷ്വൽ യൂസേജിനൊന്നും നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും വരുന്നതായിരിക്കില്ല. അങ്ങനെ ലാഗോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യില്ല. അതുപോലെ തന്നെ ക്യാഷ്വൽ ഗെയിമിങ്ങിനും വലിയ കുഴപ്പമില്ലാത്ത ഫോണാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ 4 ഫോണും ഗെയിമിംഗ് ഓറിയന്റഡ് ആയ ഫോണല്ല. അതിനാണ് നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നെങ്കിൽ വേറെ ഫോണിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസപ്പോയിൻമെന്റ് മാത്രമായിരിക്കും. ഇനി ഇതിന്റെ ബാറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിയിൽ വന്നിരിക്കുന്ന 7000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ബൈപ്പാസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചാർജ് കുത്തിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അതിലൂടെ തന്നെ നിങ്ങൾ ബാറ്ററിന്റെ ഹെൽത്ത് സേവ് ചെയ്യാനും ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി റെഡ്മിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ പ്രോ പ്ലസിൽ വന്നിരിക്കുന്നത് 6500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ്. ഇത് കൂടാതെ തന്നെ 22.5 വാട്ടിന്റെ ഒരു റിവേഴ്സ് ചാർജിങ്ങിന് സപ്പോർട്ടിംഗ് സ്ഥാനത്ത് കിട്ടുന്നുണ്ട്. റിയൽമിയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല. ഇവിടെ നോക്കിയപ്പോൾ കണ്ടില്ല. അങ്ങനെ കാര്യം നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്താൽ വളരെ നല്ല കാര്യമായിരിക്കും. ഇനി ഇതിന്റെ പ്രോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന 6550 mAh ബാറ്ററിയാണ്. പക്ഷേ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് മാത്രമേ ഈ സ്ഥാനത്ത് കിട്ടുന്നുള്ളൂ. അത് മറ്റൊരു വെച്ച് നല്ലൊരു ഡൗൺ ഗ്രേഡ് ആണ് സാധനം എന്ന് പറയുന്നത്. ഇതിലും 22.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ട് ഈ സ്ഥാനത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററിന്റെ കാര്യത്തിൽ ഓവറോൾ നോക്കുമ്പോൾ റിയൽമിന്റെ ഫോണാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾക്ക് റെഡ്മിന്റെ ഫോൺ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഓവറോൾ ബെസ്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലത് റിയൽമി ആയിരിക്കും. ഇനി പ്രോ സെഗ്മെന്റിൽ നോക്കുമ്പോൾ അതിലൊന്നും പറയാനല്ല, റിയൽമി തന്നെയാണ് ബെസ്റ്റ്. മറ്റേത് നല്ല ഡൗൺ ഗ്രേഡ് ആണ്. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിയിൽ വന്നിരിക്കുന്ന റിയൽമി UI 7 ആണ്. ഇതിൽ 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇനി റെഡ്മിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന HyperOS 2 ആണ്. അതിൽ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ 4 ഫോണുകളിലും ബ്ലോട്ട്വെയറും അതുപോലെ തന്നെ ആഡ്സും തുടങ്ങിയ എല്ലാ കുന്ത്രാണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സുകളും ഇവർ തരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഓവറോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് റെഡ്മിന്റെ ആണ്. കുറച്ചും കൂടി കൂടുതൽ വർഷത്തെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിന്റെ പ്രോന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 32,000 രൂപയാണ്. ഇതിന് 3 വേരിയൻസുകൾ അവൈലബിൾ ആണ്. പ്രോ പ്ലസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ഇതിന് 3 വേരിയൻസുകൾ അവൈലബിൾ ആണ്. ഇനി റെഡ്മിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഇതിന് 2 വേരിയൻസുകളാണ് അവൈലബിൾ ആയത്. പ്രോ പ്ലസിന്റെ കാര്യം നോക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 38,000 രൂപയാണ്. അതിന് 3 വേരിയൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസിംഗിന്റെ കാര്യത്തിൽ ഓവറോൾ കുറച്ചും കൂടി ചീപ്പായി എന്ന് വെച്ചാൽ 2,000 രൂപയുടെ പൈസ കുറവെന്ന് പറയുന്നത് റെഡ്മിന്റെ സ്ഥാനത്തിനാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 ബ്രാൻഡുകളുടെ ഫോണുകൾക്കും കുറേ ഡിസ്കൗണ്ട്സുകൾ അവൈലബിൾ ആണ്. ഇനി 4 ഫോണുകളിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം റിയൽമിന്റെ 60 പ്രോ പ്ലസ് ആയിരിക്കും. കാരണം സ്പെക്കും കാര്യത്തിൽ എല്ലാത്തിനും ഒരു ലീഡിംഗ് എന്ന് പറയുന്നതാണ്. ആകെ റെഡ്മി തോപ്പിക്കുന്നത് ആകെ ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തുടങ്ങി ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും നല്ലതായിട്ട് നിൽക്കുന്നത് റിയൽമിന്റെ ഫോണാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രൈസിംഗ് കൂടുതലുണ്ട്. പക്ഷേ നിങ്ങൾ ഓഫേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതൊക്കെ ടാലി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഓവറോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് റിയൽമിന്റെ ഫോൺ തന്നെയാണ്. ഇനി അതല്ല നിങ്ങളൊരു റെഗഡ് യൂസറാണ്, അതുപോലെ തന്നെ എനിക്ക് ഫോണൊക്കെ താഴെ പൊട്ടിക്കുന്ന ശീലമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ റിയൽമിയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് റെഡ്മിയിലേക്ക് പോകുന്നതായിരിക്കും. കാരണം അത് കുറച്ചും കൂടി ഇങ്ങനെ താഴെ കൊണ്ടിട്ടുണ്ടെങ്കിലൊക്കെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. ഇനി അതല്ല നിങ്ങൾ വാല്യൂ ഫോർ മണി ആയിട്ടാണ് ഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങളോട് ഈ ഒരു ഫോൺ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മോട്ടോറോളന്റെ എഡ്ജ് 17 ആയിരിക്കും. അതിന്റെ വില സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഏകദേശം 30,000 രൂപേൻ്റെ അടുത്താണ്. ബട്ട് ഇതിനെക്കാട്ടും നല്ലൊരു സ്പെക്ക് സാധനത്തിന് കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ ഗ്രേഡ്സ് മാത്രമേ ഉള്ളൂ ഇത് കമ്പയർ ആയിട്ട് പറഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് റിയൽമി ആയിട്ട് കമ്പയർ ചെയ്തിട്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.